ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ട് നോക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എത്തുക. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ചെക്ക് ചെയ്ത് അപ്പം തന്നെ തിരിച്ചോടേണ്ടി വന്നു. കാരണം നല്ല കാറ്റാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ അഭ്യാസങ്ങൾക്ക് പറ്റിയില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല. നമുക്കപ്പോൾ ഇനി നിർത്തണ സമയത്ത് ഇത് നിർത്തിയിട്ട് കാര്യങ്ങൾ കാണിച്ചു തരാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാര്യങ്ങൾ എന്തിനാന്ന് നമുക്ക് അവതരിപ്പിക്കാം. നമ്മളിപ്പോൾ സ്പെയിനിലാണ്. രാവിലെ 10:39. നമ്മളിപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ളൊരു ലോഡാണ്. നമുക്ക് നാളേക്കാണ് ലോഡ് ഇറക്കേണ്ടത്. പക്ഷെ ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും അവിടെ എത്തും. പറ്റി കഴിഞ്ഞാൽ ഇന്ന് ഇറക്കണം, അല്ലെങ്കിൽ നാളെ ഇറക്കണം. അപ്പോൾ അതിന് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ജർമ്മനിക്കാണ് പോയത്. അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രയായിരുന്നു. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലോഡ് ഇറക്കി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനായിട്ടിരിക്കുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് പറഞ്ഞു അത്യാവശ്യം ഒരു ലോഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഓക്കെ, കേട്ട വഴി കേൾക്കാത്ത വഴി ഓക്കെ എന്ന് പറഞ്ഞു. കാരണം ഞാൻ വിചാരിച്ചത് തിരിച്ച് ബേസിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം ഈ ലോഡ് മുകളിൽ, അതായത് സ്പെയിനിൻ്റെ മുകളിൽ, നമ്മളിപ്പോൾ താഴത്താണ് താമസിക്കുന്നത്, മുകളിലേക്ക് ഇറക്കാൻ വേണ്ടി തന്ന സംഭവമാണ്. അതിനുശേഷം വണ്ടി ലോഡ് കയറ്റാനായിട്ട് പോണ വഴിക്ക് വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ്. വണ്ടിക്ക് അല്ല, റെമോൾക്കയ്ക്ക്, അതായത് പുറകിലത്തെ പാട്ടിന്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ സംഭവം തള്ളിപ്പോയി. വീലിൻ്റെ സൈഡിലായിട്ട് 6 പുറകിലത്തെ റെമോൾക്കയുടെ പുറകിൽ 6 വീലിൻ്റെ ഭാഗത്തായിട്ട് സസ്പെൻഷൻ ഉണ്ട്. അപ്പോൾ ഈ സംഭവം ഒരെണ്ണം തള്ളിപ്പോയി. അപ്പോൾ ഈ തള്ളിപ്പോയത് ആദ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു സംശയം തോന്നി, ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ട ഒരു സംഭവം തള്ളിപ്പോയേക്കണം. അപ്പോൾ ഞാൻ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു ഇന്നവരെ തള്ളിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു ഈ സംഭവം ജർമ്മനിയിലേക്കുള്ള ലോഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എടുത്ത വഴി ഈ കമ്പനി മെക്കാനിക് വിളിച്ചു പറഞ്ഞു അത് കുഴപ്പമില്ല, അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ പോരെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അതായത് അനുലാർ ചെയ്യാന്ന് പറയും, അതായത് എയറിൻ്റെ സർക്യൂട്ട് കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് അത് മടക്കി വയ്ക്കുക, അത് കഴിയുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതീക്ഷയിൽ ഞാൻ അതുപോലെ ചെയ്ത് വണ്ടി എടുത്ത് ലോഡ് കയറ്റി കഴിഞ്ഞപ്പോൾ മനസ്സിലായ സംഭവം ജർമ്മനിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ കമ്പനിയിൽ വിളിച്ച് ചോദിച്ചു, വിൽസ അതുകൊണ്ട് നീ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ശരിയാക്കാണ്ട് എങ്ങനെയാണ് പോണേ, അത് ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയില്ല എന്ന് പുറത്തേക്കാണ്. ജർമ്മനിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ശരിയാക്കാണ്ട് സ്പെയിനിൻ്റെ പുറത്തേക്ക് ഞാൻ ഇറങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞ് നമ്മൾ കംപ്ലൈൻറ്റ് ശരിയാക്കാനായിട്ട് ലെസി ട്രെയിലറിൻ്റെ കമ്പനിയിൽ പോയി. അതായത് നമ്മൾ ലോഡ് കയറ്റിയത് സ്പെയിനിൻ്റെ നടക്കുന്നുണ്ട്. അപ്പോൾ ബാർസലോണ വഴി പോണ കാരണം കൊണ്ട് വലൻസിയയിൽ ഒരു കമ്പനി ഉണ്ട് ഇതിൻ്റെ ട്രെയിലറിൻ്റെ. അങ്ങനെ അവിടെ കയറ്റി അവർ ഒരു സംഭവം അങ്ങനെ തന്നെ മാറ്റി തന്നു. ഇത് മാറ്റി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഇവിടെ നിന്ന് നേരെ, കാരണം പുതിയ സംഭവമുള്ള. അപ്പം എന്നോട് കമ്പനിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു 6 സസ്പെൻഷനും പുതിയതാണ് മാറ്റിയേക്കണേ, അതിലൊരെണ്ണമാണ് കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, മാറ്റിയിട്ട് തന്നു വിട്ടത് ആണ്. അധികം പഴക്കമില്ല ഈ റെമോൾക്കയ്ക്ക്, പക്ഷേ എങ്കിലും പുതിയതല്ല. അത് കഴിഞ്ഞ് നമ്മൾ ജർമ്മനി ചെന്നു. ജർമ്മനിയിൽ നിന്ന് ലോഡ് ഇറക്കി, രണ്ടാമത്തെ ലോഡ് പോയി കയറ്റി, തിരിച്ച വന്ന വഴിക്ക് ഹൈവേയിലേക്ക് കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ കണ്ണാടി കൂടെ നോക്കിയപ്പോൾ എന്തൊരു സാധനം വണ്ടിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ അടിച്ച് ഒരു പോക്ക് പോകണുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഭവം കത്തി. ഈ സംഭവം തള്ളിപ്പോയതാണ്. അപ്പോൾ ഒരു വിശ്രമത്തിൻ്റെ സമയത്ത്, അപ്പോൾ നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റർ ഉണ്ട് ബെൽജിയത്തിലേക്ക് എത്താനായിട്ട്. ബെൽജിയം അതുപോലെ തന്നെ ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട് ഫ്രാൻസിലേക്ക് കയറാനായിട്ട്. അങ്ങനെ ജർമ്മനിയിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ നിർത്തിയിട്ട് സംഭവം ചെക്ക് ചെയ്തപ്പോൾ തള്ളിപ്പോയി.
എന്നിട്ട് കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് കട്ട് ചെയ്തിട്ട് മടക്കി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ പൈപ്പ് കട്ട് ചെയ്ത് തിരിച്ചു വെച്ചു. വണ്ടി എടുത്ത് വന്ന വഴിക്ക് രണ്ടാമത്തത് അതും അടിച്ചു പോയി. അങ്ങനെ പിന്നെ നമ്മൾ നിർത്തിയില്ലേ. പിന്നെ ഞാൻ നിർത്തണത് ഫ്രാൻസിൽ വന്നിട്ടാണ്. ഫ്രാൻസിൽ കയറി നിർത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം 2 എണ്ണം തള്ളിയിട്ടുണ്ട്. അങ്ങനെ കമ്പനിയിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി സൂക്ഷിക്കണം. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ കാരണം വലിയ വെയിറ്റ് ഇല്ല, പക്ഷേ എങ്കിലും ഒരു 23 ടണ്ണടുത്ത് ആണ് റെമോൾക്കൊക്കെ മാത്രമായിട്ടുള്ളത്. അത് വലിയൊരു വെയിറ്റ് അല്ല. പക്ഷേ എങ്കിലും എവിടെയെങ്കിലും വളവൊക്കെ വരുമ്പോൾ സംഭവം തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ഷെയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ചിലപ്പോൾ ഒരു സൈഡിലേക്ക് മറയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വണ്ടി ശരിയാക്കാനായിട്ട് ഉള്ള സംഭവം നോക്കട്ടെ എന്ന് പറഞ്ഞു. ജർമ്മനിയിൽ തന്നെ, ജർമ്മനിയല്ല ഫ്രാൻസിൽ വെച്ചിട്ട്. ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വണ്ടി എടുത്ത് ആ സംഭവം റെഡിയാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ സംഭവം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, എവിടം വരെയായി. ഇപ്പം ഏകദേശം 6 എണ്ണത്തിനും തീരുമാനമായിട്ടുണ്ട്. ഇനി കമ്പനി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഒരു പക്ഷേ മാറ്റുമായിരിക്കും. എനിക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇതുവരെയായിട്ട് കമ്പനി അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുമില്ല, അറിയില്ല എന്തൊരു സംഭവം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തത്. അപ്പോൾ വണ്ടി എടുത്തി കഴിഞ്ഞപ്പോൾ സംഭവം ചുമ്മാ നോക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം ഭയങ്കര കാറ്റ്, അവിടെ വണ്ടി എടുത്താൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് 291 കിലോമീറ്ററാണ് നമുക്ക് ഇറക്കേണ്ടത്. മാഡ്രിഡ് കഴിഞ്ഞിട്ട് ടൊളേദോ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. ജർമ്മനി എന്നുള്ള എക്യുപ്മെന്റ്സ് ആണ്, എന്തൊക്കെ മെഷീൻസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ബാക്കിയുള്ളതൊക്കെ വരണത്ത് വെച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജർമ്മനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ടൈറ്റപ്പ് ചെയ്യാണ്ട് നമുക്ക് ലോഡ് കൊണ്ടുപോകാൻ പറ്റില്ല. ചെക്കിങ്ങനൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ ഫൈൻ അടയ്ക്കും. അത് മാത്രമല്ല, അത് മേടിച്ചത് കെട്ടിയതിന് ശേഷമേ അവിടെ നിന്ന് വണ്ടി വിടുള്ളൂ. ഞാൻ അവിടെ ചെന്ന് ലോഡ് ഇറക്കി അടുത്ത ലോഡ് കയറ്റുന്ന സമയത്ത് നോക്കിയപ്പോൾ കെട്ടാനുള്ള വള്ളിയും ഇല്ല. ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി ഞാൻ അങ്ങോട്ട് പോകുന്നു. സാധാരണ ഇതിൽ പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കണതായിരുന്നു. ഈ പ്രാവശ്യം ഭക്ഷണം ഉണ്ടായില്ല. അങ്ങനെ ആകെ കൂടെ ശോകമായൊരവസ്ഥയിൽ നമ്മൾ പോയി തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മൾ ലോഡ് കയറ്റി മുകളിലേക്ക് കയറിയത്, ജർമ്മനിക്ക് കയറിയത്. വെള്ളിയാഴ്ച വൈകിട്ട് ചൊവ്വാഴ്ച ഇപ്പോൾ ലോഡ് ഇറക്കി, ചൊവ്വാഴ്ച തന്നെ ലോഡ് കയറ്റി. ഇന്നിപ്പോൾ വ്യാഴാഴ്ച, പറ്റി കഴിഞ്ഞ് ഇന്ന് ഇറക്കണം. ഇന്ന് പിന്നെ ഇറക്കണ ലോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം മാത്രമേ അറിയുള്ളൂ. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്, അത്ര മാത്രമേ അറിയുള്ളൂ. വേറെ കോണ്ടാക്ട്സ് നമ്പറോ ഒരു സംഭവമോ നമ്മുടെ കയ്യിലില്ല. അവിടെ ചെന്നിട്ട് വേണം അന്വേഷിക്കാനായിട്ട് ഏത് ബിൽഡിങ്ങാണ് പണി ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഇങ്ങനെ ചോദിച്ച് നമുക്കിങ്ങനെ ഇറക്കി കൊണ്ടുവരാം, അങ്ങനെ വിചാരിക്കുന്നു. ഇന്നപ്പം നമ്മൾ വെളുപ്പിന് 3 മണിക്ക് വണ്ടി എടുത്തതാണ്. 3 മണിക്ക് വണ്ടി എടുത്തു, സ്പെയിനിൽ വന്നു, ഡീസൽ അടിച്ചു, കുളിച്ചു, വണ്ടി എടുത്തു, വീണ്ടും വന്നു, ഇടയ്ക്ക് നിർത്തി വണ്ടി ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചു. അതൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. ജർമ്മനിയിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ നമ്മൾ നിർത്താത്തതിൻ്റെ കാരണം, പണിക്ക് നിർത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അങ്ങനെ തന്നെ പോകും. അതിലും ഭേദം നോക്കി കണ്ട് വണ്ടി സ്പെയിനിലേക്ക് കയറ്റണതാണ്. ഇനിയിപ്പോൾ ഒരു 3 കിലോമീറ്റർ എടുത്ത് 3 മണിക്കൂർ എടുത്ത് മാഡ്രിഡിലെത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. നമ്മളപ്പോൾ മാഡ്രിഡിലേക്ക് ഒരു ഷോർട്ട് വഴി കൂടെ പോയിക്കൊണ്ടിരിക്കണം. ചില ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്ത് ഇവിടെ വല്ലപ്പോഴും ചില സ്ഥലത്ത് വന്നിട്ട് സ്പെസിഫൈഡ് സ്ഥലങ്ങളുണ്ട്, അവിടെ ചെക്കിങ് ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള കാണാനില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെ പിടിച്ചിട്ട് 100 രൂപ ഫൈൻ അടിച്ച് കയ്യിൽ തന്നു.
€100. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പോണിബിലിറ്റി കഴിഞ്ഞു പോയി. ഡിസ്പോണിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മണിക്കൂറാണ് ഒരു ദിവസം, 24 മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ലോഡ് ഇറക്കലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ലോഡ് കയറ്റാൻ പോകുന്നിടത്ത് ഒരു 15-20 മിനിറ്റ് താമസിച്ചു. അപ്പോൾ €100 അടിച്ച് കമ്പനിക്ക്. അങ്ങനെ സന്തോഷകരമായിട്ട് അതും കഴിഞ്ഞു. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ 10 മണിക്കൂർ ഓടുന്നിടത്ത് 10.5 മണിക്കൂർ ഓടിയിട്ടുണ്ട്. അതിൻ്റെ ഇനി 28 ദിവസത്തിനകത്ത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഒരു ₹135. അങ്ങനെ കോമഡികളൊക്കെ ഏറ്റവും കയറി പോയിക്കൊണ്ടിരിക്കുന്നു. വെക്കേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി സാവധാനം വീണ്ടും നോർമൽ ലൈഫിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വണ്ടി പോണ വഴി എൻ്റെ അമ്മ ഈ സംഭവം കണ്ട, ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ. ഈ കാണുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ലോഡൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചാണ് സംഭവം ലോഡിനൊക്കെ പിടിച്ചെടുത്താൽ ഇത് പൊട്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പൊസിഷനിൽ വന്ന സംഭവമാണ് ഇതിൻ്റെ അകത്ത്. ഇതുപോലെ ഇതിവിടെ പറഞ്ഞതാണത്. ഇത് പൊട്ടി, അതിൻ്റെ പുറകിലത്തെ പൊട്ടി, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. എങ്കിലും പോവാം നമുക്ക്. ഇത് പൊട്ടാറായിട്ട് റെഡി ആയിട്ട് നിൽക്കണം. ഇപ്പോൾ പൊട്ടുന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കിടക്കാനായിട്ട് ഇതാണ് സംഭവം. ഈ സാധനം പൊട്ടി. ഇത് പൊട്ടിയിട്ട് ഞാനിത് ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാം. ഡിസ്കണക്ട് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറയാം. എൻ്റെ അമ്മേ, ഇതും പൊട്ടി. ഇത് ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിയിൽ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മാറി നിൽക്കാം. എപ്പോൾ വേണമെങ്കിലും ഈ സാധനം പൊട്ടാം. അത് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കട്ടെ. ഇതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ടാണ്. ഇതിഞ്ഞ് ഈ സാധനത്തിൻ്റെ ലിവർ അതിൻ്റെ അകത്തൊരു പ്ലേറ്റ് ഇരിപ്പുണ്ട്. ആ പ്ലേറ്റ് ഇങ്ങനെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകും. അപ്പോൾ ഒളിഞ്ഞാൽ പോകും ഈ പ്ലാസ്റ്റിക്, ഈ സാധനം. എന്നിട്ട് ഇതിങ്ങനെ തള്ളി ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം. ആ അറ്റത്തിരിക്കുന്ന സംഭവമാണ് നമ്മൾ മാറ്റിയത്, പുതിയതിട്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിയിലെ സിസ്റ്റം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒടിച്ച് ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഇതിലേക്കുള്ള സർക്യൂട്ട് കട്ട് ഓഫ് ആയി പോകും. ഈ പൈപ്പ് ഇതിവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നടുക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് ഇത് ഒടിക്കും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇനി ഇതിന് വലിയ കുഴപ്പം, ദൈവമേ ഇതും വളഞ്ഞിരിക്കാനുള്ള. നമുക്കപ്പോൾ ഇവിടെ നിന്ന് പോകാൻ നോക്കാം. നല്ലത്, വലിയ സുഖം ഉണ്ടാവില്ല. അമ്മേ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിഭാഗം. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമുക്ക് കിട്ടിയ പണി. ഒരു കണക്കിനാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് മാറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ നാളത്തേക്കായിരുന്നു ലോഡ് ഇറക്കാണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഇന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് ചോദിക്കുന്നു, വർക്ക്ഷോപ്പ് പോലെ പോകാനുള്ള സമയം തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നാളെ ബേസിലേക്കായിട്ട് ലോഡില്ലാത്ത വളരെ ലോഡ് കുറഞ്ഞ ലോഡ് അന്വേഷിക്കാൻ പറഞ്ഞു. അവർ അവിടെ ചെന്നിട്ട് എന്നിട്ടാന്ന് വെച്ചാൽ ചെയ്തേ. അപ്പം നമ്മൾ ലോഡ് ഇറക്കിയ സമയത്തേ എൻ്റെ ടൈം കഴിഞ്ഞാറുകൊണ്ട് ഞാൻ സാധനങ്ങളെല്ലാം കൂടെ ഇതിൻ്റെ ഭാഗത്ത് വലിച്ചു വരിയിട്ടേക്കാം. അപ്പം ഞാൻ അത് വെച്ചിട്ട് അതെല്ലാം റെഡിയാക്കി വയ്ക്കണം. അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതേ ലോഡ് ഇറക്കിയത് ഇവിടെയാ, ഈ കമ്പനിയിലാ. ഇനി ഈ സാധനങ്ങളെല്ലാം ഞാൻ വലിച്ചു വരിയിട്ടേക്കാം. ഇതിപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. ഒരു 15 മിനിറ്റത്തെ പരിപാടി, 15-20 മിനിറ്റ്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ടിരിക്കാം.
സിനിമയും കണ്ട് 2 അടിച്ച് ഫുഡും കഴിച്ച് കയറി കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ കാലത്ത് എഴുന്നേറ്റിട്ട് ചെറിയൊരു റോഡായിട്ട് ബേസിൽ പോയി നാളെ നേരെ വീടാണ്. അത് കഴിഞ്ഞ് വണ്ടി സർവീസിനും കയറണം. അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടുകാരാ, എന്തായാലും ഒത്തിരി സന്തോഷം കണ്ടതിൽ. അപ്പോൾ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.